ഇന്നത്തെ യുദ്ധം ഒരു ഒന്നൊന്നര യുദ്ധമായിരിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ എപ്പിസോഡ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമുക്ക് ടീമുകളെ സ്വാഗതം ചെയ്യാം. ഹായ് മൃദുല, ഹായ് അർജുൻ, ഹായ് ശ്രീവിദ്യ. ഓപ്പോസിറ്റ് നല്ല ശക്തിയിൽ കൗണ്ടറിന് കൗണ്ടർ, ശക്തിക്ക് ശക്തി, ചിരിക്ക് ചിരിയായിട്ട്. ഹലോ ഞങ്ങൾ പറയുമ്പോ എന്താ അതൊന്നും പറയാത്ത? നിങ്ങളുടെ സൈഡിൽ ഒരു ആങ്കർ വരണം. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ എങ്ങോട്ടല്ല ഇപ്പൊ അടുത്ത എപ്പിസോഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൊടുത്തോളൂ, പറയട്ടെ. അത് നല്ലൊരു ഐഡിയ ആയിരിക്കും. എങ്കിൽ വാശിയോടെ നേരെ നോക്കി, അവിടെ ഇവിടെ നോക്കരുത്, നേരെ നോക്കി ഫുൾ ബ്രാൻഡിങ് പറയും. അല്ല നോക്കട്ടെ, അവിടെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോന്ന്. ഒരുപാട് റീടേക്ക് പറ്റത്തില്ല, ഞങ്ങളുടെ ചേട്ടൻ അടുത്ത ഫ്ലൈറ്റിൽ പോകാൻ. ഹായ് പ്രേക്ഷകരെ, വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് കോമഡി മാസ്റ്റേഴ്സ്. So Cutie the Beauty Wash presents Comedy Masters, co-presented by Willy White Toothpaste, powered by Amritaveni Lace Kit, co-powered by ലേസ് അല്ല ബിങ്കോ പോഴുന്നേറ്റ് നോക്കിയാ വായിച്ചത്. അത് എങ്ങനെയാ കോമഡി മാസ്റ്റേഴ്സ്. അത് നമ്മൾ അങ്ങനെയല്ല നോക്കി. നമ്മുടെ ടി വി ചിലപ്പോ ഒരു വീടിന്റെ സെന്ററിലായിരിക്കും, ഇവിടെ ആൾക്കാർ ഇരിക്കണ്ടാവും, ഇവിടെ ആൾക്കാർ. ഇങ്ങോട്ട് നോക്കിയത് നീ എനിക്ക് ഇടയ്ക്ക് കുശുമ്പ് വരുന്നുണ്ടോ എന്നറിയാനാണ് ഇങ്ങോട്ട് നോക്കിയത്. അല്ല, ശ്രീവിദ്യക്കും കൂടെ അങ്ങനെയാണ് ഞാൻ ടാസ്ക് കൊടുക്കണം. അവള് നോക്കിയാൽ പോലും തെറ്റിക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അല്ല ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ്, ഇവിടുത്തെ എഡിറ്റർ വിളിക്കുന്നു. പറയണ എന്താ ഇത് മൊത്തം കട്ട് ചെയ്ത് കളയുന്നു. ഒരു മിനിറ്റ് എയർപോർട്ടിൽ നിന്ന് വിളിക്കും. ഹലോ, അഖിൽ കവിലിയോടോ? മാറ്റിയോ? ഫ്ലൈറ്റ് പോയി. അമേരിക്ക രക്ഷപ്പെട്ട്. അപ്പൊ ചേച്ചി ഞാൻ ഒന്നും കൂടി പറയട്ടെ, സമയമുണ്ടല്ലോ. ഇനിയിപ്പോ സമയമുണ്ട്, നമുക്ക് ഇവിടുന്ന് ചിരിച്ച് കളിച്ച് എപ്പിസോഡൊക്കെ തുടങ്ങി അടിപൊളിയാക്കി പോവാം. നാട്ടുകൂട്ടത്തിനെയും കൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടീം നാട്യാഞ്ജലി. തൃശൂർ ജില്ലയിൽ നിന്നുമാണ് ഈ ചുണക്കുട്ടികൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഡാൻസ് പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ചിരിക്കാം. എന്തുവായിട്ടേ കാണിക്കുന്നേ? 500 രൂപ കൊടുത്ത് വാങ്ങിച്ച പോപ്കോൺ മൊത്തം തിയേറ്ററിനകത്ത് ഇങ്ങനെ വെതറി കളയോ? ഞാൻ സിനിമയ്ക്ക് നിന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ, നിനക്ക് പോപ്കോൺ മൊത്തം മേടിച്ചു തരും, പോപ്കോണിന്റെ മെത്തേ കൂടി നിന്നെ നടത്തിക്കുന്നു. നമ്മുടെ സീറ്റ് ഏതാ? അയ്യോ, അതെ 25-26. ഇവിടെ ഇരുന്നോ. അതാ നല്ല സീറ്റ്. അതാകുമ്പോ വേറെ ആരും വന്ന് അപ്പുറത്തിരിക്കത്തില്ലല്ലോ. എപ്പോഴാ സിനിമ തുടങ്ങാം? 1/4 മണിക്കൂർ എടുക്കും. രണ്ട് പ്ലേറ്റ് പടി. എന്നെ സ്നേഹം. എന്നാലും എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊന്ന് സിനിമ കാണണമെന്ന്. ഇപ്പഴെങ്കിലും തോന്നിയല്ലോ കൊണ്ടുവരാൻ. ജോലി തിരക്കല്ലേ മോളെ? ജോലി തിരക്കിക്കൊണ്ട് നടക്കുവല്ലേ. എന്നാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ആര് പറഞ്ഞു? ജോലി ഇല്ലാതെ എത്ര പേര് ജീവിക്കുന്നു? എന്തോരം ആൾക്കാര്. ആര്? അംബാനിക്ക് ജോലിയുണ്ട, അദാനിക്ക് ജോലിയുണ്ട. ഇവർക്കൊക്കെ ജോലി ഉണ്ടായിട്ടാണ് അവർ ജീവിക്കണേ. അവർ ജീവിക്കണല്ലേ, അതാണ് ആമ്പിള്ളേര്. പിന്നെ ഈ സിനിമ ഞാൻ കണ്ടതാ. കൊള്ളാമോ? മോശം പടം. സ്റ്റോറി കൊള്ളൂലേ? സ്റ്റോറി ഉഗ്ര സ്റ്റോറി, അടിപൊളി. അപ്പൊ ഡയറക്ടർ കൊള്ളില്ലായിരിക്കും അല്ലേ? ആര് പറഞ്ഞു? 8 സൂപ്പർ ഹിറ്റ് സിനിമ ഡയറക്ട് ചെയ്ത ആളാ. ഗംഭീര ഡയറക്ടർ, അടിപൊളി സംവിധാനം. പിന്നെ മോശം സിനിമ എന്ന് പറഞ്ഞു? മോശം സിനിമ എന്നല്ല, ഇമോഷൻ സിനിമ എന്നാ പറഞ്ഞു. ഓ, ഇമോഷൻ സിനിമ. അതായത് കാണണ്ട പടം. എന്നാ കാണണ്ടേ? അതല്ലെന്ന് കാണേണ്ട പടം. ഓ, കാണേണ്ട പടം. അതല്ലേ ഞാൻ നിന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. അതല്ലേ നമ്മുടെ മനപ്പൊരുത്തം. മനപ്പൊരുത്തുള്ളവരെ കല്യാണം കഴിക്കുന്നേ. ആര് പറഞ്ഞു? മലപ്പുറത്തുള്ളവർ മാത്രമൊന്നുമില്ല, കോഴിക്കോടുള്ളവരും കോട്ടയത്തുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും ഒക്കെ കല്യാണം കഴിക്കും. അയ്യോ, മലപ്പുറം എന്നല്ല പറഞ്ഞത്, പിന്നെ മനപ്പൊരുത്തം. തുടങ്ങുമ്പോ ഭയങ്കര മനപ്പൊരുത്ത, അവസാനം മൊത്തം മൽപ്പിടുത്തത്തില. പൂച്ചക്കുട്ടിയോ? ചേട്ടാ 28 എവിടെയാ?
28 ദിവസം മുമ്പ് ജനിച്ച ഏതെങ്കിലും കൊച്ചിന്റെ വീട്ടിലായിരിക്കും. എന്തുവാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഭാര്യയുടെ മുമ്പിൽ ഷൈൻ ചെയ്യായിരിക്കും അല്ലേ? മനസ്സിലായി. 28 സീറ്റ് എവിടെയെന്നാ? അയ്യോ 28 സീറ്റിലും കൂടി ഞെളിഞ്ഞങ്ങ് ഇരിക്കാൻ പോവാന്നോ? അയ്യോ എന്റെ സീറ്റ് നമ്പർ 28 അത് ഏത് ഭാഗത്താന്ന്? 25, 26 അപ്പുറത്ത് അങ്ങനെ നോക്കുക, അവിടെ അങ്ങനെ ആയിരിക്കും. 27, 28 ഇവിടെയാണല്ലേ? സിനിമ കാണാൻ വന്നായിരിക്കും അല്ലേ? അല്ല, ഞങ്ങള് കാഴ്ച ബംഗ്ലാവി വന്നതാ. എന്നാ ഒരു പണിയേ, പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരുന്നോ. അതെ, ഈ സിനിമയിൽ ഒരു അടിപൊളി സീനുണ്ട്. ഒരാന ഓടി വരുന്നു. അയ്യോ ആനയോ? ഞാൻ പോണ്. എടി ഓടല്ലേ, ഇങ്ങോട്ട് വാ. എടി അത് സിനിമയിലല്ലേ? നിങ്ങൾ പറഞ്ഞില്ല ആന വരുന്നെന്ന്. അത് സിനിമയിലല്ലേ? അത് സിനിമയെന്ന് നമുക്കല്ലേ അറിയോ? ആനക്കറിയോ? ബെസ്റ്റ്. സൂചിച്ച എന്തോ നാടകം. സോറി, ഞാൻ ആള് മാറി. എന്റെ ഭാര്യയുടെ മടി കയറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മനസ്സിലായല്ലേ, ഈ ചെറിയ ലേശം ഇരുട്ടുള്ളതുകൊണ്ടേ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ടേ. പിന്നെ ഞാൻ ഒരു അധ്യാപകനാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. ഒരു മാതൃക അധ്യാപകനാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മോശം പ്രവർത്തിക്ക് വന്ന അല്ല. മനസ്സിലായോ? അത് 27 നമ്പർ അറിയാം. ഇവിടാണോ? ഇവിടെയാണ് 27. കണ്ണ് ശരിക്കല്ലേ? അല്ല, ചെറുതായിട്ട് നമ്മളെ തിയേറ്ററല്ലേ അകത്തേക്ക് പുറത്തുനിന്ന് പെട്ടെന്നൊരു വെട്ടത്തുനിന്ന് കയറി വന്നപ്പോഴേ ഒരു മ്ലേച്ഛത. അതല്ലേ? ഞാനൊരു മാതൃകാ അധ്യാപകനാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ തിയേറ്ററിനകത്ത് കുട്ടികളെ കൂവുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുക, പുകവലിയ, അങ്ങനെ വല്ല ശീലങ്ങളൊക്കെ ഉള്ളവരുണ്ടോ? അയ്യോ, പേപ്പർ വലിച്ചു കീറി എറിയുക? ഇല്ല ഇല്ല, എല്ലാം ഡീസന്റാ, കറക്റ്റ്, നല്ല തിയേറ്റർ അല്ല. അല്ല, അങ്ങനെ ആൾക്കാരുടെ ഇടയ്ക്ക് ഞാൻ പെട്ടുപോയി കഴിഞ്ഞാൽ, ഞാനൊരു മാതൃകാ അധ്യാപകനാണല്ലോ, അപ്പൊ സാറ് കൂടെ അതിനകത്ത് പെട്ടു എന്ന് വരും, എനിക്കൊരു പേര് ദോഷമാകും. ഇല്ലില്ല, അങ്ങനെ പേര് കേൾപ്പിച്ചിട്ടില്ലേ ഇതുവരെ? സിഗരറ്റ് ആരും പുകവലിക്കില്ലല്ലേ? പുകവലിക്കൂല, പക്ഷെ ശ്വാസം വലിക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? വലിച്ചില്ലെങ്കിലാണ് കുഴപ്പം. അതല്ലേ? പക്ഷേ ഞാനേ എന്നോട് ഒന്നും തോന്നരുത്. നിങ്ങൾ ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? അങ്ങനെയല്ല, ഞാനൊരു കാര്യം ചോദിക്കാം, തിയേറ്റർ ആയതുകൊണ്ട് പറയാണ്, ഒന്നും തോന്നരുത്. ഈ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ മാതൃഭാഷ എന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ, എന്തുകൊണ്ട് പിതൃഭാഷ എന്ന് പറയുന്നില്ല മാഷെ? അത് പിതാവിന് വോയിസ് ഇല്ല. പിതാവിന് വോയിസ് ഇല്ലല്ലോ, മാതാവിനാണല്ലോ, പെണ്ണുങ്ങൾക്കാണല്ലോ വോയിസ്. ആണുങ്ങൾ സൈലന്റ് അല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് മാതൃഭാഷ ആക്കി വെച്ചേക്കണല്ലേ. അങ്ങനെയാണ്. ഇപ്പൊ തുടങ്ങാറായോ പടം? കുറച്ചേരം കൂടി പിടി. നല്ല അഭിപ്രായം ഉണ്ട്. ഈ ആണുങ്ങൾ മൂത്രമൊഴിക്കുന്ന സ്ഥലം ഏതെന്നറിയാവോ? ഇത്ര നാളും പിന്നെ എങ്ങനെ ആയിരുന്നു? എന്റെ പൊന്നെ, ഞാൻ ചോദിച്ചത് അതല്ല, ഈ ആണുങ്ങൾ മൂത്രമൊഴിക്കുന്ന ടോയ്ലറ്റ് എവിടാന്ന്. ടോയ്ലറ്റ് എവിടെ? നിങ്ങൾ വന്നേ. ഇതൊക്കെ ചോദിക്കുമ്പോൾ ഒരു മാതൃക അധ്യാപകനാണ് ഞാൻ. അപ്പൊ മലയാള ഭാഷ സംസാരിക്കുമ്പോൾ നമ്മൾ വ്യാകരണമൊക്കെ ശരിയായിട്ട് സംസാരിച്ചില്ലെങ്കിൽ മിസ്റ്റേക്കുകൾ പറ്റും കേട്ടോ, അത് ശ്രദ്ധിക്കണം എപ്പോഴും. ആ കാലം മാറ്റി വെക്കാവോ? കാല് മാറ്റാൻ ഞാൻ രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു മാതൃക അധ്യാപകനാണ്. ഇന്നലെ മാറ്റിയേക്കാം. അധ്യാപകൻ എന്താ കാല് മാറ്റിയ മാറും? എന്തൊക്കെ ടൈപ്പ് ആൾക്കാർ. അതെ അതെ, നമ്മളൊരു സിനിമ കാണാൻ വന്നിരിക്കുമ്പോൾ ഹായ് ഹായ്. എന്താ പേര്? സിന്ധു. എന്റെ ഭാര്യയുടെ പേര് സിന്ധു എന്നാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അധ്യാപകനാ. ഞാനും ഒരു അധ്യാപകനാണ്. ഹലോ ഹലോ, നീ എവിടെ അടി? ചേട്ടാ, ഞാൻ സിനിമയ്ക്ക് കാണാൻ വന്നതാ. ഞാനൊരു സിനിമ കാണാൻ വന്ന കുറെ സീനൊക്കെ ഞാനിവിടെ കണ്ടു. ഇപ്പൊ നീ വീട്ടിലേക്ക് വന്നേര് കേട്ടോ. എടി ഇവിടെ ശ്രദ്ധിക്കടി, ഇവിടെ നോക്കടി. നീ എന്താ വിചാരിച്ചത്? നീ വീട്ടിൽ നിന്ന് എന്തും പറഞ്ഞാ പോകുന്നത്? നിന്റെ കൂട്ടുകാരി തുളസിയുടെ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷൻ പോകണമെന്നല്ലേ നീ പറഞ്ഞു? അയ്യോ ചേട്ടാ, ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ കൂടെ തന്നെയാ വന്നത്. തുളസി. ഏത് തുളസി? എവിടെ? ഇത് തുളസിയാണോ ഇവിടെ ഇരുന്നത്? തുളസീധരൻ, എന്റെ കൂട്ടുകാരന്റെ
കൂടെയാ വന്നത്. എന്റെ ചേട്ടൻ ഇന്നത്തെ കാലത്ത് കൂട്ടുകാരന്റെ കൂടെ സിനിമയ്ക്ക് വരുന്ന ഒരു തെറ്റാണോ? തെറ്റല്ല. തെറ്റല്ല. എനിക്ക് തെറ്റാണ്. ഞാനൊരു മാതൃക അധ്യാപകനാണ്. മാഷേ. നീ എന്നെ ഇൻസൾട്ട് ചെയ്യുവാ. മാഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ? എന്ത് പ്രശ്നം? അല്ല, ഇവിടെ ഒരു അവിഹിതം മണക്കുന്നു. മണക്കല്ലേ? അതെ അതെ. മണക്കല്ല, ചീഞ്ഞ് നാറുന്നുണ്ട് ഇവിടെ. ആണോ? നീ വീട്ടിലേക്ക് വന്നേ, കാണിച്ചു തരാം ഞാൻ. ഞാനൊരു സിനിമയ്ക്ക് വിളിച്ചാൽ നീ വരുവോ? ഓ പിന്നെ ചേട്ടൻ വിളിച്ചാ ഞാൻ വരാതെ ഇരുന്നിട്ടുണ്ടോ? ഇന്നാളെ നമ്മള് സിനിമയ്ക്ക് പോയിട്ട് എന്താ സംഭവിച്ചേ? എന്ത്? ഇന്റർവെല്ലിന് പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആ കടയിൽ പോയിട്ട് പൊതിച്ചോറ് വാങ്ങിച്ചോണ്ട് തിയേറ്ററിനകത്തിരുന്ന് എങ്ങനെയാ പൊതിച്ചോറ് കഴിക്കുന്നേ? ഇതൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛനും അമ്മയും പറയാനോടി, ഞാൻ കാണിച്ചു തരാം. എന്തെങ്കിലും പറയുമ്പോ എന്റെ അച്ഛനും അമ്മയും പറയരുത് കേട്ടോ. ഞാനൊരു പുതിയ വണ്ടി മേടിച്ച് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ കമ്പനിക്കാരെ ആദ്യം രണ്ട് തീർ പറയും, എന്നിട്ടേ ഞാൻ ബാക്കി ഉണ്ടാക്കുള്ളൂ കേട്ടാ. മാഷേ മാതൃകാധ്യാപകൻ. കൂതൃകാധ്യാപകൻ ഭാര്യ വേറെ തന്നെ സിനിമയ്ക്ക് വരുമ്പോഴാണോ മാതൃകാധ്യാപകൻ? നീ ഇതിനു മുമ്പ് എന്നൊക്കെ ഒരു പണി കാണിച്ചിട്ടുണ്ട്. എന്റെ അമ്മ കിണറ്റി വീണ് വലിയൊരു പാറക്കല്ലെടുത്ത് എന്റെ പുറത്തേക്ക് ഇട്ടായുള്ളൂ. ചേട്ടാ അതിലെന്താ തെറ്റ്? കൊറേ കല്ലിടുമ്പത്തേക്ക് വെള്ളം ഇങ്ങനെ തനിയെ പൊങ്ങി വരും. അപ്പൊ അമ്മയും കൂടെ അങ്ങ് പൊങ്ങി വരും. അപ്പൊ അമ്മയെ ഇങ്ങ് പുറത്തെടുത്ത് രക്ഷിക്കാമല്ലോ. അത്രയല്ലേ ഞാൻ ചെയ്തോളൂ. സൈക്കിളില്ല, എനിക്ക് സൈക്കിളില്ല. മാഷേ സൈക്കിളില്ലടാ. ഞാൻ മേടിച്ചു തരാന്നേ. എന്ത് സൈക്കിള്? സൈക്കിളിന്റെ കാര്യമാണോ പറഞ്ഞ? എനിക്ക് സൈക്കിളില്ല. ഇത് ഇവിടെ ഞാൻ വെച്ചേക്കൂല. ഞാൻ എന്ത് ചെയ്യൂന്നാ പറയണേ? മാഷേ ഒരു പണി അവനെ വിടാൻ പാടില്ല മാഷേ. അവൻ ഇങ്ങോട്ട് വരട്ടെ. അവന്റെ കയ്യും കാലും കെട്ടിട്ട് ഞാൻ ഇവിടെ ഇരുത്തും. അയ്യോ മാഷേ, അത് അവനോട് ചെയ്യുന്ന ചതിയാണ്. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് വളച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അവന്റെ കയ്യും കാലും കെട്ടിയിട്ട അത് അവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ മോശമല്ലേ? അത് ചെയ്യാൻ പാടില്ല മോശം. ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു മാതൃക അധ്യാപകനായി പോയില്ലേ? മാഷ് കുറച്ചു നേരത്തെ ഒന്ന് കണ്ണടക്കാനാ? അപ്പൊ സിനിമ കാണണ്ടേ? അത് ശരി. അപ്പൊ സിനിമയും കാണണം ഇതും കാണണമെന്നാണോ? മാഷ് ഒരു പണിയേ, നമുക്ക് അവനെ ഒതുക്കണം. എങ്ങനെ മനസ്സിലായില്ലേ? മാഷ് ഇവിടെ ഇരിക്കും. മാഷ് ഒരു മാതൃക അധ്യാപന. അതാണ് പ്രശ്നം. ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയ നാണക്കേട് മാഷ്കാണ്. എനിക്കും കൂടെ അവന് നല്ലൊരു പണി നമുക്ക് മാഷ് കൊടുക്കും. ഞാൻ കൂടെ ഉണ്ട്. അവൻ വരട്ടെ. മാഷ് ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെ നടക്കുന്നു. ഞാൻ ഇരിക്കണോ? മാഷ് അവിടെ ഇരി. ബ്രോ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. ഞാൻ പാടും. നീ പാടുപെടും. ഞാൻ ഓരോന്ന് കാണുന്നുണ്ട്. ഞാനും ഇടയ്ക്കൊക്കെ പാടും. ആണോ? പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തങ്കള. എന്റെ ഭാര്യ ആരവര്? എന്റെ ഭാര്യ അല്ല, അങ്ങനെയല്ല പാട്ട് തീരണേ. പാട്ട് മുത്തേ തത്തേ. തത്തേ? അല്ല, ഞാൻ എന്റെ ഭാര്യ വിളിക്കുന്നത് തത്തേന്നാണ്. ചക്കരേ ഈച്ചേ. അല്ല, ചക്കരയുടെ പുറത്ത് സാധാരണ ഈച്ചയാണല്ലോ വന്നിരിക്കുന്നത്. അവക്ക് മറുപടി ഇല്ല. അവൾ ഇരിക്കണം നടത്തിയ പോലെ. ഐസ്ക്രീം കഴിക്കേ. എന്ത് പണിയോടെ കാണിച്ചു? എന്റെ ഭാര്യക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തപ്പോഴത്തേക്കും അതിനകത്ത് വന്ന് കഴിട്ട് വരിക. എന്റെ ഭാര്യ കൊടുക്കുന്ന ഐസ്ക്രീമിൽ ഞാൻ കഴിട്ടുള്ളൂ. അതെന്റെ ഇഷ്ടം. തന്റെ ഭാര്യ? എടോ, എന്റെ ഭാര്യക്ക് ഞാൻ മേടിച്ചുകൊണ്ട് കൊടുത്ത ഐസ്ക്രീമാണ്. അതിനിട്ട് കഴിട്ട് കളക്കേണ്ട വല്ല കാര്യമുണ്ട്? എടോ, നിന്റെ ഭാര്യയാണോ ഇത്? എന്റെ ഭാര്യ. ആണോ? എടോ, ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയാണ്. എന്തു? നീയാണ് വളവൻ. ഇതാരാ? കൊടും വളവൻ. വളവനാണോ നിന്റെ വീട്? ഭർത്താവാ? ബ്രോ എന്ത് ചെയ്യുന്നു? ഞാനൊരു മാതൃക അധ്യാപകനാണ്. സ്കൂളിൽ യൂണിഫോം ഒക്കെ കൊടുത്തു തുടങ്ങിയ? 28-ാം തീയതി വരും. 1-ാം തീയതി കൊടുക്കണം. പെങ്ങടെ കൊച്ചു പഠിക്കണ്ടേ? സ്കൂളിലല്ലേ. ഈ ബുധനാഴ്ച വൈറ്റാമിൻ ഒഴിവാക്കണോട്ടാ. അങ്ങനെ നൈസ് തേച്ചിട്ട് അങ്ങ് പോവല്ലേ? എന്തേ? എടാ, ഇപ്പൊ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞല്ലോ. യൂണിഫോം ഇട്ട ആൾക്കാരെ ഞാൻ ഇവിടെ വരുത്തും, എന്നിട്ട് നിന്നെ ഞാൻ പൊക്കും. എടാ, നിനക്ക് നാണമാവില്ലടാ എന്റെ ഭാര്യയെ കൊണ്ട് സിനിമയ്ക്ക് വരാൻ? അല്ല, ഞാനേ വേറൊന്നുമല്ല, ഞാൻ ഈ സിനിമ നേരത്തെ കണ്ടതാ. ഈ പടം അങ്ങനെ മുങ്ങല്ലേ. നീ ഇവിടെ നിക്കി, മാറി നിക്കടി. അവിടെ നിക്കി രണ്ടുപേരും കൂടെ. ഇത് 10 വരെ കാണിക്കും. കാരണം ഞാനൊരു മാതൃക അധ്യാപകനാണല്ലോ. അതെ. നിനക്ക് എന്നെ കുറിച്ച് അറിയാമോ? ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ നോക്കിട്ടില്ല. എന്തിനു വേണ്ടിട്ടാ? സ്വന്തം ഭാര്യ പൊന്നുപോലെ നോക്കുന്നു. ഞാൻ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുന്നു, വിദ്യാഭ്യാസിപ്പിക്കുന്നു. അവരെ എല്ലാം ഞാൻ സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അല്ല, ഇത് എന്നെ നീ തേച്ചത് ശരിയായില്ല. അല്ല, ഇത് ഭാര്യ, ഇത് ഭർത്താവ്. നിങ്ങളുടെ കുടുംബ പ്രശ്നത്തിൽ ഞാൻ എന്തിനാണ്? നീ പോകല്ലേ, നിന്നെ ഞാൻ കാണിച്ചു. അല്ല, ഞാൻ എങ്ങനെ സഹിക്കും? ഇവിടെ വെച്ചിരിക്കുവാൻ അറിയാം. ഇവിടെ കണ്ട നീ കൂടെ പോടാ. അതാണോ ഞാൻ പറഞ്ഞു? ഈ നെഞ്ചിനുള്ളിൽ അവളിരിക്കുക. അവളെ
എന്നോട് ഈ ചതി ചെയ്തറിയാമോ? എങ്ങനെ തോന്നിയടി നിനക്ക്? എങ്ങനെ തോന്നി? ഞാൻ സഹിക്കില്ല. ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറെ ആരും ഇല്ല, അറിയാമോ? മാഷേ നിനക്ക് അറിഞ്ഞൂടാ, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. ചേട്ടാ സിനിമ തുടങ്ങിയോ? ഇത്തിരി ലേറ്റായി ഞാനോ 3-4 വർഷം കൊണ്ട് ഒരുമിച്ച് പല സ്ഥലങ്ങളിലായി താമസിക്കുന്ന എന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ? ചേട്ടാ ഞാൻ തത്താ. അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ കാണുന്നത് എന്താ ജിത്തു ജോസഫിന്റെ പടമാണോ? ടിസ്റ്റോട് ടിസ്റ്റ്. ആരെ? ചേട്ടാ ഞാൻ തത്താ. ചത്തേ. തത്തേ. ഞാൻ ചത്തേ. ചേട്ടാ അടുത്തതായിട്ട് നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ടീമിനെ ഒരു ജയ് വിളിച്ച് നമുക്ക് ആദ്യം തുടങ്ങാം. ടീം വടക്കേക്കര കീ. ജയ്. അതാണ്. അത് കഴിഞ്ഞ എപ്പിസോഡിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാ പോരെ. എന്തിനാണ് ഈ തൊണ്ട കീറണത് എപ്പോഴും? അങ്ങനെയാണെങ്കിൽ ആ എപ്പിസോഡ് നിന്നെയും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാ പോരെ? മൃദുലെ കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട, ഒരു ഫ്ലക്സ് അടിച്ച് വെച്ചാൽ നല്ലതായിരുന്നു, നല്ലൊരു തുടക്കം. ഇതുപോലത്തെ കൗണ്ടേഴ്സ് നമ്മുടെ സ്കിറ്റിൽ ഉണ്ടെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ ആദ്യമേ അങ്ങ് ഇറക്കി. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്നാ ഈ എപ്പിസോഡ് ആര് തൂക്കിയെന്നറിയാമോ? അർജുന്റെ വാച്ച്. നമ്മുടെ വിഷയത്തിൽ വിഷയത്തിൽ തെന്നി മാറിപ്പോകുന്നു പ്രേക്ഷകരെ. സോറി, ഞാൻ വരുന്നു. നമ്മുടെ ഓപ്പോസിറ്റ് ടീമായ തെക്കേക്കരക്കാരെ ഇന്ന് അസൂയയുടെ കൊടുമുടിയിൽ എത്തിക്കാനായിട്ട് നമ്മൾ ഇന്ന് ഇറക്കുന്നത് നമ്മുടെ കുഞ്ഞു മണികളെയാണ്. അതായത് പത്മകുമാർ മാഷ്, ആ. കുഞ്ഞാറ്റ ആൻഡ് ഉണ്ണിക്കുട്ടൻ. നിങ്ങൾക്ക് വേണ്ടി കൂടെ ഒരു കിടിലൻ സർപ്രൈസ്. വെയിറ്റ് ആൻഡ് സീ. വാച്ച് ഇറ്റ്. അപ്പൊ ഞങ്ങളെ ഇഷ്ടമാണല്ലേ സർപ്രൈസ് ഒക്കെ തരാൻ വേണ്ടിട്ട് കള്ളൻ. അവർ രണ്ടുപേരും ഒന്നും കുറച്ചുകൂടെ എക്സ്ട്രാ പറയൂ. ഈ എപ്പിസോഡിന്റെ ഏറ്റവും അവസാനം അർജുനും ശ്രീവിദ്യ അവതരിപ്പിക്കുന്ന കരകാട്ടം. അല്ല, അപ്പൊ സ്കിറ്റ് പെർഫോം ചെയ്യാൻ വരുന്ന ആരൊക്കെയാ? പത്മകുമാർ മാഷും കുഞ്ഞാറ്റയും ഉണ്ണിക്കുട്ടനും കൂടെ ഒരു സർപ്രൈസ്. എന്തായിരിക്കും ഈ സർപ്രൈസ് എലിമെന്റ്? അത് എനിക്കും അറിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. ചേച്ചി ബാറ്ററി ഓൺ ആക്കിക്കോ. ബാറ്ററി ഓൺ. സൂപ്പർ. എങ്കിൽ കാണാം. സർപ്രൈസ് എലിമെന്റ് ആയിട്ട് വരുന്നു ഞങ്ങളുടെ സ്വന്തം ടീം. ഡോക്ടർ ഉണ്ടോ? ഉണ്ടില്ല, ചായ കുടിച്ചു. ഡോക്ടർ ചോറുണ്ടോ നല്ല ചോദിച്ചത്. അകത്തുണ്ടോന്ന്. നല്ല പരിചയമുള്ള ശബ്ദം. എടി ശീലേ. അയ്യോ കൊച്ചു മുതലാളി. നടി ശീലേന്നല്ല, എടി ശീലേന്നാ വിളിച്ചേ. എടി ഇത് ഞാനാടി, നിന്റെ കൂടെ പഠിച്ച പുഷ്പാങ്കദൻ. ഓ, പുഴുവടി പുഷ്പാങ്കദൻ. ഇപ്പോഴും പെൺപിള്ളേരെ കാണുമ്പോൾ ഈ പുഞ്ചിരി ഉണ്ടോടാ? ഇല്ലടി, കല്യാണം കഴിച്ചു. നിന്റെ ഫാമിലിയോ? ഹസ് റിട്ടയർഡ് IG. ഓ, മൂത്തമാൻ കളക്ടർ, ഇളയവൻ IPS. ആഹാ, കൊള്ളാലോ. ഹാ, ഇങ്ങനെയൊക്കെയായിരുന്നേ കൊള്ളായിരുന്നു. കെട്ടിയോ നേരത്തെ പോയി. എങ്ങോട്ട്? വീട്ടിലോട്ടോ? അല്ലെന്ന് മേളിലോട്ട് പോയെന്ന്. പാവം, നേരത്തെ രക്ഷപ്പെട്ട് കളഞ്ഞു. മക്കള് ഭാര്യമാരുടെ തെരുവിൽ കഴിയുന്നു. സൈലൻസ് പ്ലീസ്. പ്രസന്റ് സാർ. അയ്യോ, അതിനത് പള്ളിക്കടം അല്ലല്ലോ, കണ്ണാശുപത്രി അല്ലേ? ഡോക്ടർ സാർ വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ഡോക്ടർ എന്തിനാ കണ്ണിലേക്ക് ടോർച്ച് അടിച്ചു നോക്കുന്നത്? ചിലപ്പോ കൃഷ്ണമണിക്ക് വടി തെറ്റി നിൽക്കുമായിരിക്കും. ഡോക്ടറെ, ഒരു സംശയം. എന്തുവാ? ഐയുടെ സ്പെല്ലിംഗ് ഇങ്ങനെയല്ലല്ലോ. EY നല്ല ഐയുടെ സ്പെല്ലിംഗ്. ആ, അങ്ങനെ എഴുതിയാലും വായിക്കുന്നത് ഇങ്ങനെയല്ലേ? ഇതാകുമ്പോ 2 അക്ഷര ലാഭം. എന്നെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇതെവിടുന്ന് അശ്വരീര് കേൾക്കുന്നുണ്ടല്ലോ. ഇവിടെ എന്റെ കണ്ണിന്റെ കാര്യം എന്തായെന്ന്. എന്താ പ്രശ്നം? എന്താ പറയാനാ, ചേട്ടാ കണ്ണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴേ വെള്ളം തോരാൻ വേണ്ടി ആ ജനലിന്റെ പടിയേലെടുത്ത് വെച്ചതാ. ഏതൊരു മുടിഞ്ഞ കാക്ക വന്നത് കൊത്തിക്കൊണ്ട് പോയെന്നേ. അയ്യോ, ടെൻഷൻ എടുക്കണ്ട. ഇവിടുത്തെ 3 സ്റ്റാഫ് അങ്ങോട്ട് പോയിട്ടുണ്ട്, 3 ഡ്രോണും. അപ്പൊ ബോംബെന്നൊക്കെ ആളെ ഇറക്കിയല്ലേ? അയ്യോ, ഡോണെന്നല്ല ഞാൻ പറഞ്ഞേ, ഡ്രോണ്. അപ്പച്ചമ്പിന്റെ അപ്പച്ചനിപ്പ എന്റെ വായിലിരിക്കുന്ന കേക്കും. ഇയാളുടെ വായിലിരിക്കുന്ന കേക്ക് ഞങ്ങൾക്ക് എന്തിനാ? ആ, എന്റെ വായിലെ കേക്കല്ല, നാക്ക. കാഴ്ചക്ക് കുഴപ്പമുണ്ടോ? മമ്മൂട്ടിയുടെ സിനിമയല്ലേ? അയ്യോ, എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ. അതല്ല, നിങ്ങളുടെ കാഴ്ചക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരു കുഴപ്പമില്ല ഡോക്ടറെ. എങ്കിൽ ആ ബോർഡൊന്ന് വായിച്ചു. മിക്കവാറും ഇവൻ കണ്ണാടി വെക്കേണ്ടി വരും. അതന്നെ, ഇവൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലല്ലോ. എങ്കിൽ മലയാളം വെക്കാം. അപ്പൊ അവന്റെ കാഴ്ച മൊത്തത്തോടെ പോകും. അതെന്നാ പറ്റി? ഇവന് മലയാളം വായിക്കാൻ അറിയില്ല. അത് ശരി, അപ്പൊ വിദ്യാഭ്യാസം ഇല്ലല്ലേ? ആര് പറഞ്ഞു? ഞാൻ 12 വരെ പോയതാ.
12 എന്ന് പറയുമ്പം ഇപ്പോഴത്തെ +2. ആ 12 പിന്നെ രാവിലെ 10 സ്കൂളിൽ കൊണ്ടുവിട്ടു. ആ. ഉച്ചയ്ക്ക് 12 മണിയായപ്പോ ഇറങ്ങി ഓടിയതാ. മാന്യന്മാരുടെ മുമ്പ് വെച്ച് അവമാനിക്കരുത്. ഞാനേ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവനാ. അല്ല, അന്തസ്സുള്ള കുടുംബം. ഡോക്ടർ കേൾക്കണം. നോ, ഡോക്ടർ ഷൺമുഖം. ഒന്ന് കേൾക്കണം. ആ എന്നാ പറ. ഓണത്തിന് സ്കൂളിൽ നിന്ന് അരി കൊടുത്തപ്പോഴേ പഞ്ചസാരയും മണ്ണെണ്ണയും കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ കുടുംബക്കാര് മുഴുവൻ സ്കൂളിൽ വന്ന് സമരം ചെയ്തിട്ട് പോയതാ. അതാണ് ഇവന്റെ കുടുംബ മഹിമ. അല്ലേലും എനിക്ക് നിന്നെ പണ്ട് തൊട്ടേ കണ്ടുകൂടാ, ഇപ്പഴും കണ്ടുകൂടല്ലോ. അത് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. എന്റെ അടുത്ത് പണ്ടേ വരണ്ടേ, ഞാൻ ശരിയാക്കി തരത്തില്ല. അതല്ലെന്ന് ആ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഇവളെ കണ്ടുകൂടുന്ന. അതെന്താ? ഞാനേ പഠിക്കുന്ന കാലത്ത് ഇവന് വായിക്കാൻ ബുക്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ ഇവനെ കണ്ടുകൂടാ. നീ കൂടുതൽ ആളാവാൻ നോക്കിയുണ്ടല്ലോ, നിന്റെ കണ്ണി ഞാൻ പെപ്പർ സ്പ്രേ അടിച്ചു വെക്കും. അതിനേക്കാൾ സ്പ്രേ അമ്മച്ചിയെ നെറ്റി ഒന്ന് മുട്ടിച്ചേ. നെറ്റി മുട്ടിക്കാനാ പറഞ്ഞേ, അങ്ങോട്ട് മാറുന്നു. കുഞ്ഞുനാളെ ചെയ്തതാ. സാറിന് ഭയങ്കര നൊസ്റ്റാൾജിയല്ലേ. കണ്ടോ മുട്ടിക്കാം. അയ്യോ, ഈ നെറ്റിയെ മുട്ടിക്കാനല്ല പറഞ്ഞേ. ഇത് കണ്ടോ, ഈ മിഷനേലൊന്ന് മുട്ടിക്കാൻ. ഓ, അങ്ങനെ. ആ, വിദഗ്ധ ചികിത്സ വേണം, വിശദമായ പരിശോധന വേണം. മെഡിക്കൽ സയൻസിൽ ഇതിന് 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 നിങ്ങളുടെ കണ്ണിന്റെ കാര്യമല്ലോ, അവിടെ മിണ്ടായിരിക്കണോ, ഞാനിവിടെ പറഞ്ഞോളാം. മെഡിക്കൽ സയൻസിൽ ഇതിന് എന്താന്ന് വെച്ചാ പറ. അവരേതാണ്ട് പറഞ്ഞു, ഞാൻ മറന്നുപോയി. കൃഷ്ണമണിയുടെ പുറകിലത്തെ റെറ്റിന മാറ്റണം. മാസം എത്ര രൂപ കിട്ടും? രൂപയോ? ആ, കൃഷ്ണമണിയുടെ പുറകെ റെന്റിന് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. റെന്റിന് കൊടുക്കണം നല്ല പറഞ്ഞേ. റെറ്റിന, കണ്ണിന് അങ്ങനെ പല വാക്കുകളുണ്ട്. ഒരെണ്ണം എനിക്കറിയാം. എന്തുവാ? അക്ഷയ കേന്ദ്രം. അക്ഷയ കേന്ദ്രോ? ആ, കണ്ണിന്റെ പര്യായം. അത് അക്ഷയ കേന്ദ്രം എന്നല്ല, അക്ഷയ മിനി നേത്രപ്പടം. അയ്യോ, അത് അങ്ങനെയൊന്നും അല്ല. അക്ഷി, മിഴി, നേത്രം, അങ്ങനെയാ. ഡോക്ടറെ, കണ്ണിന്റെ കാര്യം എന്തായി? കണ്ണ് തപ്പിപ്പോയനെ കാണുന്നുമില്ലല്ലോ. കണ്ണാടി ഉറപ്പായിട്ടും വെക്കണം. അതെന്താ കാലിലേക്ക് കിടക്കുവാണോ കണ്ണാടിയുടെ? അല്ലെന്ന്, കണ്ണാടി ഉറപ്പായി നിർബന്ധമായിട്ടും വെക്കണോന്ന്. ഓ, അങ്ങനെ. എടാ ശശിയെ, ഭാര്യയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. നിന്റെ കള്ളുകൂടി നീ നിർത്തണം. നീ ഇന്ന് മുതൽ എനിക്കൊരു നല്ല കൂട്ടുകാരനായിരിക്കണം. ശരി ഡോക്ടറെ, എനിക്കൊരു കണ്ണാടി വേണ്ട. അതെന്നാ? ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ ഞാൻ എന്റെ കൂട്ടുകാരെ പറഞ്ഞ് നന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കണ്ണാടി എനിക്ക് വെക്കണ്ട. ആ, അങ്ങനെയാണേലേ നമുക്ക് തൽക്കാലം ഈ തൊള്ളിമരുന്ന് ഒഴിക്കാം. പേടിക്കണ്ടേ? എങ്ങനെ പേടിക്കാതിരിക്കും? അന്യഗ്രഹജീവി വേടാത്ത വരുന്നു, ഓടി രക്ഷപ്പെട്ടോ. അയ്യോ, ഇത് അന്യഗ്രഹജീവിയും പേടകവും ഒന്നും അല്ല. തൊള്ളിമരുന്ന് കണ്ണിലേക്ക് വരുന്ന അടുത്ത് കണ്ടതാ. എന്തായാലും ഒരു പേഷ്യന്റിന്റെ കാര്യം സോൾവായി. ഇനിയിപ്പോ അടുത്ത പേഷ്യന്റിന്റെ കാര്യം എന്താ? ഓ എന്തോ. അമ്മച്ചി, അമ്മച്ചി എന്നാ പണിയാ കാണിച്ചത്? ഞാൻ ആകെ നാണം കെട്ട് പോയില്ലേ? നീ ട്യൂൺ കൊടുക്കാതെയാണോ പോയത്? അമ്മച്ചി, സൈലൻസ് പ്ലീസ്. താൻ ആദ്യം മിണ്ടായിരിക്കണോ? ഓ, എന്റെ ഭാര്യയുടെ സ്വന്തക്കാർ വല്ലതും ആണോ? അല്ല, എന്തേ? അല്ല, അവരൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓഹോ, അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു കുട്ടിയുണ്ടല്ലേ? അതെ, എങ്ങനെ മനസ്സിലായി ഡോക്ടറെ? ആ കൊച്ചിനെ നോക്കാനല്ലേ പിന്നെ ഈ അമ്മച്ചി എന്തിനാ ഇപ്പൊ UK കൊണ്ടുപോണേ? അതെ, ഇവരുടെ മകനെ നോക്കുന്നത് ഞാനാ. അപ്പൊ ഇവർക്ക് എന്റെ മകനെ നോക്കുന്നതിൽ എന്താ കുഴപ്പം? അല്ല, അത് ന്യായം. പക്ഷെ ഈ കൊച്ചിനെ നോക്കുന്നതിന് കണ്ണ് പരിശോധിക്കുന്ന എന്തിനാ? അതായത് ഡോക്ടറെ, ഇവരെന്റെ കുഞ്ഞാന്നും പറഞ്ഞ് അപ്പുറത്തെ സായിപ്പിന്റെ കൊച്ചിനെ ഇപ്പൊ നോക്കി കഴിഞ്ഞാ ഞാൻ എന്നാ ചെയ്യൂന്നേ? എന്താ കുഴപ്പം? എന്നെ കൊണ്ട് കൊള്ളൊന്നും പറയിപ്പിക്കരുത് കേട്ടോ നിങ്ങള്. അത് പറ. വെറുതെ അല്ല, വലുതായിട്ടും ഇപ്പോഴും അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ ഞാൻ എന്തോ ചെയ്യും? ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത്. നിങ്ങൾ നിർത്തിക്കോ. നിങ്ങളുടെ മകനെ എന്റെ വീട്ടിൽ ഞാൻ ഇതേവരെ ഇങ്ങനെ ഒരു വഴക്ക് കണ്ടിട്ടില്ല. അതെന്താ, നിങ്ങളുടെ വീട്ടിൽ ഭാര്യ അമ്മ അത്രയ്ക്കും ചേർച്ചയാണോ? അയ്യോ, അതല്ല, അവരുടെ ആദ്യത്തെ അടിക്ക് എന്റെ ബോധം പോകും. അതെ, പേടകം പേടിയെന്ന് പറഞ്ഞ് ഓടിയതാണല്ലോ, ഇപ്പൊ പേടി പോയോ? എന്നാ പറയാനാ, അങ്ങോട്ട് ചെന്നപ്പോഴേ ഭാര്യ ഓട്ടോയും പിടിച്ച് ഇങ്ങോട്ട് വരുന്നു. അപ്പോഴേ പേടകത്തിന്റെ വീട് പോയി. ഹലോ ഹലോ, ആക്ച്വലി എന്താ പ്രശ്നം? എന്റെ പേര് ആഷ്ലി എന്നാന്ന് തന്നോട് ഞാൻ പറഞ്ഞായിരുന്നോ? ആക്ച്വലി അല്ല, ആക്ച്വലി. ഡോക്ടർ കേൾക്കണം. നോ, ഡോക്ടർ ഷൺമുഖം. ഓ, ഡോക്ടർ ഷൺമുഖം, ഇതൊന്ന് കേൾക്കണം. ഇപ്പൊ കറക്റ്റ്, ഇനി പറഞ്ഞു. ഡോക്ടർ ഇതൊന്ന് നോക്കിക്കേ. ഇത് ഈ അമ്മച്ചിയുടെ പാസ്പോർട്ടാ.
ഇവരിതിന്റെ അകത്ത് എന്തൊക്കെയാ കുത്തിക്കുറിച്ച് വെച്ചിരിക്കണെന്നൊന്ന് നോക്കിക്കേ. കടയിലെ പറ്റ്, ആരുടെയൊക്കെയോ ഫോൺ നമ്പർ, ഗ്യാസിന്റെ OTP, ഈ പാസ്പോർട്ടും വെച്ചിട്ട് ഈ തള്ളേനെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും UK-ക്ക്? ദാണ്ടടാ ശരിയാണല്ലോ. എന്റെ അമ്മച്ചിയെ ഇനി എങ്ങനെയാ UK-ലേക്ക് പോകുന്നേ? ഒരു കണക്കിന് നന്നായി. ഈ പേരും പറഞ്ഞ് എനിക്കിനി ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാതിരിക്കാലോ. പകരം എന്റെ അമ്മച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അല്ലേലും ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ വലിയ സൗകര്യക്കേടാണ്. എന്റെ കൂടെ വരണം. എനിക്ക് വരാതിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ അങ്ങനെ എഴുതി വെച്ചത്. അതുപോലെ മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്തൊരു മണ്ടി. എന്നെ മണ്ടീന്ന് വിളിച്ചാലുണ്ടല്ലോ നിങ്ങളെ രണ്ടു കൊണ്ട് ഞാൻ കുത്തി പൊട്ടിക്കും. കുത്തി പൊടുത്താൽ എനിക്കൊരു ചുക്കുമല്ലടി. അതെന്നാ? കാരണം ഞാൻ നിൽക്കുന്നത് കണ്ണാശുപത്രിയില്ല. ഈ ഡോക്ടർ എന്റെ കണ്ണ് ഒട്ടിച്ചു തരും. അയ്യോ അയ്യോ അയ്യോ, കുത്തിപ്പൊട്ടിയാണ്. ഇപ്പൊ കുത്തിപ്പൊട്ടിക്കല്ലേ? 16-ാം തീയതി വാ. അതെന്താ? 15-ാം തീയതി അല്ലേ എന്റെ കണ്ണിന്റെ തിമിരത്തിന്റെ ഓപ്പറേഷൻ. എന്റെ കണ്ണിന് കാഴ്ചയില്ല, നിങ്ങളുടെ കണ്ണ് ഞാൻ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യും? ഡോക്ടറെ. നോ, ഡോക്ടർ ഷൺമുഖം. സൂപ്പർ പെർഫോമൻസ് കിട്ടിലും. ആൻഡ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ പറഞ്ഞ സർപ്രൈസ് എലിമെന്റ് എന്താന്നുള്ളത്. വൺ ആൻഡ് ഓൺലി സംഗീത ചേച്ചി ഫ്രം അയർലൻഡ്, കുഞ്ഞാച്ചയുടെയും ഉണ്ണിക്കുട്ടന്റെയും അമ്മയാണ്. ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സത്യം. അല്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മൾ തമ്മിലോ? അല്ല. എന്റെ പൊന്നെ. അല്ല, സംഗീതമായിട്ട്. അയ്യോ, ആ ബന്ധം ഒന്ന് എല്ലാരും കേൾക്കണേ. ആ ബന്ധം എന്റെ മോളായിട്ട് വരും. ഇത് ആർക്കാ ഭയങ്കര അത്ഭുതമായി പോയി. അത് ഭയങ്കര സർപ്രൈസിങ് ആയി പോയി. എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, ഇന്നത്തെ ഈ സ്കിറ്റില് സംഗീതേച്ചി തൂക്കി. അയ്യോ സത്യം. നല്ല കിട്ടിലും പെർഫോമൻസ്. സംഗീത വെൽക്കം. താങ്ക് യു. ഞാൻ വെക്കേഷന് വന്നതാ. അറിയാം. പിന്നെ മക്കളെ കൊണ്ടുപോകുന്നില്ല ഈ വർഷം. അമ്മ നന്നായിട്ട് ചെയ്തോ കുഞ്ഞാറ്റ? അമ്മ തെറ്റിച്ചോ നന്നായിട്ട് ചെയ്തോ? നന്നായിട്ട് ചെയ്തു. പ്രാക്ടീസ് ഒക്കെ മുടക്കുന്നുണ്ടായിരുന്നോ? ഇല്ല. മോളക്കള് നന്നായിട്ട് ചെയ്തോ അതോ കുഴപ്പമില്ലെന്നാണോ? എന്റെ അത്രയില്ല എന്നാലും. അതെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവരുടെ ഇളയ ഒരാളുണ്ട്, അടുത്ത താരം. ആ കുഞ്ഞും എന്റെ വൈഫും കൂടെ വന്നിട്ടുണ്ട്. അവരെ ഒന്ന് ഇപ്പോഴാണ് ഫാമിലി കംപ്ലീറ്റ് ആയത് അല്ലേ? അമ്മയുടെ പേരെങ്ങനെയാ? ആലീസ്. ഞങ്ങളുടെ ഇവിടെ ഉണ്ട് ഒരു ആലീസ്. വാവയുടെ പേരെന്നാ? സലോണി. സലോണി. സലോണി റോസ്. അപ്പൊ രണ്ടുപേരും വെച്ച് 3 ടീമായി കേട്ടോ ഞങ്ങള്. ഇരുണ്ടിച്ചവര് വെച്ചേ. സംഗീത, അവിടെ മക്കളുടെ അപ്പന്റെയും എല്ലാരെയും പെർഫോമൻസ് കാണാറുണ്ടോ? കാണാറുണ്ട്. കാണാറുണ്ട്. അപ്പൊ എന്താ കാണുമ്പോ എന്താ പറയാ അവരോട്? ഭയങ്കര സന്തോഷം. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോ, മക്കളിങ്ങനെ TV-യിലൊക്കെ കാണുമ്പോ പപ്പയുടെ ഭയങ്കര സപ്പോർട്ട്. ഞാൻ നാട്ടിലില്ലാത്തതിന്റെ കുറവ് മക്കള് ഉണ്ടാവും, പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ. അവിടെയുള്ള മലയാളികളൊക്കെ ഷോസ് കണ്ട് കുട്ടികളുടെ സ്കിറ്റ് ഒക്കെ കണ്ട് പറയാറുണ്ടോ? പിള്ളേരുടെ അമ്മയാന്നുള്ള രീതിയിൽ പലരും എന്നെ അറിയാറുണ്ട് ഇപ്പൊ. ഇപ്പൊ കുറച്ചുകൂടെ അറിയും, കാരണം ഫെയിം ആയല്ലോ. ഇനി തിരിച്ചു ചെല്ലുമ്പോ അല്ലേ, ചെല്ലുമ്പോ സെലിബ്രേറ്റ് ചെയ്യല്ലേ. അപ്പച്ചനുണ്ട്, പിള്ളേരുണ്ട്, മോളുണ്ട്, അങ്ങനെ എല്ലാ ജനറേഷനും ഉള്ളവരും ഉണ്ട്. അപ്പൊ എന്തായാലും കിട്ടിലും പെർഫോമൻസിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി, ഈ കുടുംബത്തിന് അതെ എത്രത്തോളാണ് ബാറ്ററി ചാർജ് കയറിയിരിക്കുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ? യെസ്. ഓ, നിറയെ ചോക്ലേറ്റ്സ് ഒക്കെ ഇനി വാങ്ങാം. കുഞ്ഞിന് ഭയങ്കര ഹാപ്പി ആയി. 16,000 rupees ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. കുടുംബത്തിന് അടിച്ചു പൊളി. സംഗീത അമ്മ, ഇതെല്ലാം ഒരു ചെറിയൊരു ടോക്കൺ ഓഫ് ലവ്. താങ്ക് യു. സൂപ്പർ. നിങ്ങളുടെ ടീമിൽ നിന്നും അതെ, ഞാൻ പറയാം, ഞാനൊന്നും സംസാരിക്കണില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്റെ ടീമിനെ ഞാൻ വെൽക്കം ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ടീമിൽ നിന്ന് വരുന്നത് സനീഷ്, സിന്ധു ആൻഡ് മനോജ്. എന്റെ മണി പുറത്തു പറ്റേ. ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് ഇപ്പൊ ഈ മണി എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. ഞങ്ങൾ അത്ര നന്നായി അല്ലേ ചേച്ചി? അല്ല, പക്ഷെ മണീന്റെ ഡ്യൂട്ടി തന്നെ മാറി. മണി ആക്ച്വലി സ്ട്രിക്ട്നെസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അപ്രിസിയേഷൻ ആയി. മണിക്ക് സഡൻലി ഓക്കെ ഞാൻ വന്നു, ഒന്ന് മണി അടിക്കട്ടെ. അയ്യോ, മണി അടിച്ച് നമ്മുടെ സമയം കളയണ്ട. നമുക്ക് ബാറ്ററി ഓൺ ആക്കാം ചേച്ചി. ബാറ്ററി ഓൺ. പിള്ളേരെ ഇറക്കിക്കോ, ടീം ഇറക്കിക്കോ, കാണട്ടെ കൗണ്ടേഴ്സ് കിട്ടും. ഹലോ അമ്മായിയേ. എന്താണ് ഉന്മേഷേ? ഞാനും അമ്മാനോട് ബൈക്കേ വന്നപ്പോഴേ അമ്മാവന് ചെറിയൊരു സോക്കേട്.
ബൈക്കിന്റെ പുറകിലിരുന്ന് പെണ്ണുങ്ങളെ കൈ പൊക്കി കാണിക്കുന്നത് അങ്ങനെ പണ്ടേ ഉള്ള സോക്കേടാടാ. അയ്യോ അതല്ലല്ല, പിന്നെ അമ്മാവന് ചെറിയൊരു അസ്വസ്ഥത. അപ്പൊ തന്നെ വെടി തീർന്നു. അയ്യോ എന്റെ അണ്ണൻ പോയേ. എടാ ഞാനിപ്പൊ തന്നെ ഇറങ്ങുവാടാ. അമ്മായി ഇങ്ങോട്ട് വരണ്ട. അയ്യോ അങ്ങോട്ടല്ല, പഞ്ചായത്ത് ഓഫീസിൽ പോയി വിധവാ പെൻഷൻ അപേക്ഷ കൊടുക്കണ്ടായോ? എന്റെ അമ്മായി അതിനുള്ള ഭാഗ്യം അമ്മായിക്കില്ല. വെടി തീർന്ന അമ്മാവന്റെ അല്ല, എന്റെ ബൈക്കിന്റെയാ. അതെ, ആശിച്ച്. എടാ അഥവാ ഇനി വെടി തീർന്നാലും നീ എന്നെ ആവശ്യമില്ലാതെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട കേട്ടോ. നീ വെച്ചാച്ച് പോകാൻ നോക്ക്. ഓഹോ, ഈ അമ്മായിയുടെ ഒരു കാര്യം. തക്ക സമയത്ത് വണ്ടിയുടെ വെടിയും തീർന്ന് ഈ അമ്മാവനാണെ ബാത്റൂമിൽ പോവുകയും വേണം. ആരോടാ ഒന്ന് ചോദിക്കുന്നത്? ചേച്ചിയേ, ചേച്ചിയേ. അതെ, ആ മുറ്റത്ത് കയറിയ വല്ല സാരിയോ നൈറ്റിയോ എന്തെങ്കിലും കഴുകി ഇട്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ താൻ എന്തോ ഉദ്ദേശത്തിലാണോ എന്നെ ചേച്ചിന്ന് കയറി വിളിച്ചത്? എന്നാ അകത്തിരിക്കുന്ന ഗർഭസ്ഥ ശിശു ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാവോ? അതെന്തോ അങ്ങനെ വിളിച്ചേ? ഇതിന് ഈ അയാലും ഒരു തുണി പോലും ഇല്ല. ചേച്ചി വിളിച്ചോ, ചേച്ചിന്ന് വിളിച്ചോ. ചേച്ചി, 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 തേച്ചിയേ, തേച്ചിയേ. അതെന്തോ തേച്ചിയേ? അപ്പൊ നിനക്കെന്നെ മനസ്സിലായില്ല? നീ പണ്ട് തേച്ചിട്ട് പോയ ഉന്മേഷാടി ഞാൻ. അയ്യോ, എന്റെ കൂടെ പഠിച്ച ഉന്മേഷ്. ഭാഗ്യം കൂടപ്പുറപ്പാന്ന് പറഞ്ഞില്ലല്ലോ. എടി നീ എന്താ ഈ വീട്ടില്? എടാ എന്നെ വേളി കഴിച്ചോണ്ട് വന്നത് ഇവിടേക്കല്ലേ? ഓ, അന്തർജനത്തിന്റെ വായന വീണ കേട്ടോ. വേളി, ഈ വേളിന്ന് പണ്ട് ഇവളെ ബോർഡ് എഴുതിക്കാൻ നേരം കെട്ടുപള്ളി ഇല്ലാതെ വേളിന്ന് എഴുതി ഇവള്. ഈ ആ വായുടെ മുന്നിൽ കെട്ടുപുള്ളിയായിട്ട് വേണമായിരുന്നു. എടാ ഞാൻ വേളിന്ന് ഉദ്ദേശിച്ചത് എന്നെ കെട്ടിക്കൊണ്ട് വന്നൂന്നാ. അപ്പൊ നിന്റെ കെട്ടും കഴിഞ്ഞ് തേപ്പും കഴിഞ്ഞു. ബാക്കിയുള്ളവൻ ഇതുവരെ തറക്കല്ല് പോലും ഇട്ടിട്ടില്ല. അപ്പൊ നീ കെട്ടിയില്ലോ ഇതുവരെ? ഇല്ല. എടാ എന്റെ ഒരു കൂട്ടുകാരി ഉണ്ടെന്ന് ആലോചിക്കട്ടെ. അപ്പൊ ഇവിടെ തേപ്പ് കഴിഞ്ഞ് കൂട്ടുകാരിയെ കൊണ്ട് നീ പെയിന്റ് അടിപ്പിക്കാനുള്ള പരിപാടിയാ. നീ ഇത് അടങ്കലെടുത്തേക്ക് വന്നോടി. എന്തുവാടാ ഉന്മേഷം നീ ഇങ്ങനൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? പ്രേമിച്ചിരുന്ന സമയത്ത് ഞാൻ ഇവളെ കൊണ്ട് ബീച്ചിൽ പോയി ഇവക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്ത്, പിന്നെ ഫ്രൈഡ് റൈസ് മേടിച്ചു കൊടുത്തു, തുണി മേടിച്ച്, അങ്ങനെ ഞാൻ ഇവക്ക് 25,000 രൂപയുടെ സാധനം മേടിച്ചു കൊടുത്ത്. അന്നേരം ഞാൻ മേടിച്ചതോ ഒരു തോർത്ത് മാത്രം. അപ്പൊ നീ തോർത്ത് വാങ്ങിച്ചോ? ആഹാ, അത് കൊള്ളാം. ഇത്രയും സാധനം നിനക്ക് മേടിച്ച് അന്ന് നിക്കറ കീറി നിൽക്കുന്ന ഞാനൊരു തോർത്തെങ്കിലും കൊടുക്കണ്ടായോടി. എടാ ഉന്മേഷം നീ വിഷമിക്കാതെ. എനിക്കുണ്ടാവുന്ന ആദ്യത്തെ കൊച്ചിന് നിന്റെ പേരിൽ ഇടാൻ പോന്നേ. എന്തോത്തിന്? MLA ഫണ്ട് വഴി പണിത വെച്ചിട്ട് ആരെങ്കിലും നാട്ടുകാരുടെ പേര് ഇട്ട് കൊടുക്കും. അല്ല നിനക്ക് എന്താ പണി? ഞാൻ ആട്ടുകെട്ട് പോളിഷ് ചെയ്യുന്നു. ആട്ടും കാട്ടും പോളിഷ് ചെയ്താ എന്താ കിട്ടും? ആട്ടുംകാട്ടമല്ല, നാട്ടുകെട്ടിന് പോളിഷ് ചെയ്യുന്നു. ആണോ? എങ്ങനെ പോന്നു? ഇങ്ങനെ ആട്ടി അങ്ങോട്ട് പോകും, ആരും പറയാതെ. ഇവൻ എന്തോ തമാശ ചെറുക്കന് ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പോഴും ഫീൽഡിൽ പിടിച്ച് നിൽക്കുന്നത്. അല്ല എന്നാലും നിനക്ക് ഇപ്പോഴെങ്കിലും എന്നെ വന്നൊന്ന് കാണാൻ തോന്നിയല്ലോ. അയ്യോ, അതിന് നിന്നെ ആര് കാണാൻ വന്ന്? പിന്നെ എന്റെ കണ്ണന്തിരിയമ്മാവനില്ലയോ? അന്നന്തിരിയമ്മാനോ? അന്നന്തിരിയമ്മല്ല, കനകനമ്മാൻ. പണ്ട് നീ എന്നെ തേച്ചിട്ട് പോയപ്പോ ആത്മാർത്ഥിക്ക് ശ്രമിച്ച് എലിപ്പനി പിടിച്ച് ആശുപത്രി കിടന്നപ്പോ ഈ അമ്മാവനാ എന്നെ രക്ഷപ്പെടുത്തിയത്. അല്ലടാ, ആത്മഹത്യക്ക് ശ്രമിച്ചാ എങ്ങനെ എലിപ്പനി പിടിക്കുന്നേ? അയ്യോ, നീ പോയ വിഷമത്തിൽ ഞാൻ ഇച്ചിരി എലിവിഷം മേടിച്ചോണ്ട് പറമ്പിൽ പോയിരുന്ന നമ്മുടെ കാര്യങ്ങൾ ആലോചിച്ചിരുന്ന ഗ്യാപ്പിൽ ഒരു എലി വന്ന് ഈ എലിവിഷം എടുത്തോണ്ട് പോയി. പിന്നെ ഈ എലിയുടെ പുറകെ പോയി ഞാനും അവിടെ മുട്ടൻ അടി കൊണ്ടാക്കി ഈ എലി എന്നെ കയറി കടിച്ച് അങ്ങനെ എനിക്ക് എലിപ്പനി വന്ന് ഞാൻ ആശുപത്രി കിടന്നപ്പോ ഈ അമ്മാവനാ എനിക്ക് കൂട്ടിരുന്നേ. അപ്പൊ ഈ അമ്മാവൻ ഇപ്പൊ എന്നാ പറ്റിയത്? ഇടി, ഞാനും അമ്മാവനോട് കല്യാണം കഴിഞ്ഞ് വരുന്ന വഴിയായിരുന്നു. അവിടുത്തെ ഫുഡ് അമ്മാവനെ പിടിച്ചില്ല. അമ്മാവന് വയറിനൊരു ചെറിയ ബുദ്ധിമുട്ട്. ഞാൻ അമ്മാവനോട് ഒരു ബാത്റൂമിൽ പോലെ സൗകര്യം ഉണ്ടോ തിരക്കി ഇറങ്ങിയതാ. ആ സമയത്ത് എന്റെ വണ്ടിയുടെ വെടിയും തീർന്നു. അമ്മാവന് ബാത്റൂം വേണമെങ്കിൽ ഇവിടെ 2 ബാത്റൂം ഉണ്ടല്ലോ. നീ അമ്മാവനെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിളിക്കേ. ആണോ? ഞാൻ അമ്മാവനെ വിളിക്കട്ടെ? ഓ അയ്യോ, ആ കല്യാണി ചേച്ചിയുടെ പശു കെട്ടുപൊട്ടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. കല്യാണ ചേച്ചിയുടെ കാശ് കെട്ടുപൊട്ടിച്ചല്ല, പിന്നെ എന്റെ കനകനമാൻ കെട്ടുപൊട്ടിന്ന് ഉന്മേഷന്ന് വിളിക്കുവാ. അമ്മാവോ, ഓ കേറി വാ. ഇവിടെ തൊട്ട് ഞാൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ വരുമ്പോഴത്തേനും മൊത്തം വൃത്തികേടാകത്തില്ലടാ. ഞാൻ കേറി വരാനാ പറഞ്ഞേ. ഞാൻ വന്നു. അയ്യോ അയ്യോ അയ്യോ, ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് അങ്ങ് പോയി. അയ്യോ, നീ നല്ല കാലത്ത് ഉടൻ പിടിക്കൂടി. പോയത് ആരാന്നാ പറഞ്ഞേ? എന്റെ അമ്മാവൻ, എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ അമ്മാവൻ. അയാളോ? എടാ ഇയാളല്ലയോ പണ്ട് എന്റെ അച്ഛനോട് വന്ന് പറഞ്ഞത് നിന്റെ കുറ്റവും കുറവൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രേമം മടക്കിയത്. ആശയ, നീ ആവശ്യമില്ലാത്ത കാര്യം നിനക്ക് ആള് തെറ്റിയതാ. എനിക്ക് ഒരാളും തെറ്റിയിട്ടില്ല എന്റെ ഉന്മേഷേ. ഈ അമ്മാവൻ തന്നെ. എടാ 8-10 എന്നുള്ള പോക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാള് തന്നെ അന്ന്. എനിക്കത് ഉറപ്പാ ഉറപ്പാ ഉറപ്പാ. ആശ്വാസറിയോ? അയ്യോ, എടാ ഉമേഷേ. എന്താ? എടാ ഉമേഷേ, എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി
എനിക്ക് ബാത്റൂമിലേക്ക് വഴി കാണിച്ചു തന്ന ഇവളുടെ മനസ്സ്. അതാണ് ആ ഒരു പെണ്ണിന്റെ ശീതളം. എന്തോ ഇത് തിലകൻ. ഡിറ്റോ ഫിഗറും ഡിറ്റോ വോയിസ്. അതുകൊണ്ട് ഈ അമ്മാവൻ പറയുകയാണ്, നീ ഇനി ഒരു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ തങ്കപ്പെട്ട ഒരു പെങ്കൊച്ചിനെ മാത്രം കല്യാണം കഴിച്ചാൽ മതി. അതിന്റെ ഫുൾ ചെലവും ഈ അമ്മാവന്റെ വക. സ്വന്തമായിട്ട് എനിക്കൊരു വണ്ടി ഉള്ളപ്പോ 50 രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ അയാൾ കാശ് തന്നിട്ടില്ല. ആ വണ്ടി കണ്ടോനും കൊണ്ടുപോയപ്പോ അയാൾ എനിക്ക് പെട്രോൾ പമ്പിനുള്ള കാശ് കൊണ്ട് വന്നേക്കുവാ. ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്നോ? എന്റെ മൂത്തോളൂ ഇതിനെ അറിയോ? നോക്കിയേ. ഇത് മറ്റേ ഈ തമ്പലക്കാട്ടുള്ള ഉണ്ണിയുടെ മോൾ അല്ലല്ലോ. തമ്പലക്കട്ടെ ഉണ്ണിയുടെ മോളാണല്ലോ. അമ്മാവനെ ഞാൻ തൂക്കി. അമ്മാവനല്ലേ പണ്ട് എന്റെ അച്ഛനോട് ഈ ഉന്മേഷ് പെണ്ണുങ്ങൾ കുളിക്കുന്ന കുളക്കടവിൽ പോയി നോക്കാറുണ്ടെന്നും അവരെറിഞ്ഞ 501 ബാർ സോപ്പ് ഇവന്റെ പുറത്ത് പറ്റിയിരിപ്പുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രേമം മുടക്കിയത്. 501 ബാർ സോപ്പ് ഈ അമ്മാവന്റെ പുറത്താ പറ്റിയിരിക്കുന്നത്. അതിലേക്ക് എങ്ങനെ മനസ്സിലായി? ഈ അമ്മാവനെ കുനിച്ചു ചേർത്തി ആ ബാർ സോപ്പിന് ഉണ്ടാക്കി അമ്മ എന്നും തുണി കഴുകുന്നത്. തങ്ങിക്കൊള്ളുന്ന ഭർത്താവിന് നീ പറയരുത്. എന്തോ നിന്റെ അച്ഛൻ മരിച്ചപ്പോൾ ഒരു കുറവ് അറിയിക്കാതാണ് ഈ അമ്മാവൻ നിന്നെ വളർത്തിയത്. അച്ഛന്റെ കഥ കൂടുതൽ പറയരുതേ. ആശയ നീ കേൾക്കണം. എന്റെ അച്ഛൻ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചോണ്ട സമയത്ത് വായിന്ന് നൊരയും പതയും വന്ന് കസേരയിൽ ഇരുന്ന് എത്തപ്പോ നോക്കിയിരുന്ന മനുഷ്യനായത്. അത് എന്നാ പരിപാടി അമ്മാവ കാണിച്ചത്? എന്റെ പൊന്നു കൊച്ചെ, ഞാൻ വിചാരിച്ചു അളിയ മയോണീസ് എന്നിട്ട് വാ കഴുകാതെ ഞാനതല്ലേ വിചാരിക്കത്തുള്ളൂ. ഇങ്ങനെയായിരുന്നു എന്റെ അച്ഛൻ ചോര തുപ്പിയത്. നിങ്ങൾ പറഞ്ഞു ടൊമാറ്റോ സോസ് തുപ്പിയതാണ്. രണ്ടും ഒരു കളറല്ലേടാ അവിടുന്ന്. എന്റെ ഉന്മേഷേ, എന്റെ അച്ഛനും ആങ്ങളമാരോട് നിന്നെ തല്ലി ചതച്ചതും ഈ അമ്മാവൻ പറഞ്ഞു കൊടുത്തിട്ടാടാ. അയ്യോ എന്റെ ഉമേഷ്, അത് നിന്നെ നല്ല ഭാവിക്ക് വേണ്ടി അമ്മാവൻ പറഞ്ഞതാ. അവിടെ ആങ്ങളമാരെ കൊണ്ട് എന്റെ നാവി ഇടിച്ചു കളഞ്ഞിട്ട് ഞാൻ എന്നോ നല്ല ഭാവി ഉണ്ടാക്കാനായിരുന്നു അമ്മാവ. അയ്യോ ഭാവിയുടെ കാര്യം പറഞ്ഞപ്പോ നാഭിന്ന് മേലോട്ട് ഒരു ഗുളുഗുളു. കക്കൂസി പോയാലോ? ബാത്റൂം ഞാൻ പൂട്ടിയിടും. എന്നാ ഞാൻ പറമ്പിൽ പോകും. എന്നാ ഞാൻ സ്റ്റോറി ഇടും. നിനക്ക് മുട്ടുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോയി പറമ്പിൽ. ഞാൻ മൊബൈലിൽ സ്റ്റോറി ഇടുന്നാ പറഞ്ഞു. ആണോ? നീ സ്റ്റോറി ഇട്ടിട്ട് അവിടെ നിന്ന് എനിക്ക് പക്ഷെ പറ്റത്തില്ലെന്നേ അവിടുന്ന്. എന്റെ അമ്മാവൻ ഒരു പറമ്പിൽ പോണ്ട, ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അമ്മാവൻ അങ്ങോട്ട് പൊക്കും. നമ്മുടെ പ്രേമം കലക്കിയായിരിക്കുന്നത്. അതിനിപ്പോ എന്താ വേണം? ആ പ്രേമം കലക്കിയോണ്ട് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലയോ അമ്മാവ? എന്റെ ഭർത്താവ് കാശ്മീരിൽ 10 ദിവസം എന്നെ ഹണിമൂണിന് കൊണ്ടുപോയത്. 10 ദിവസം ഞാൻ കാശ്മീർ കിടന്ന് കറങ്ങേണ്ടതായിരുന്നു. എടാ അവന്റെ കെട്ടിയവന്റെ കയ്യിലെ പൈസ ഉണ്ടായിരുന്നോണ്ട് 10 ദിവസം കാശ്മീർ കടന്ന് കറങ്ങി. നിന്റെ പൈസ ഇല്ലാത്തോണ്ട് നീ ആ കവലയൂർ കവല കടന്ന് കറങ്ങുമല്ലായിരുന്നു. എടാ ഞാൻ പണ്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് 30 വയസ്സാകുമ്പോ എന്റെ ഭാഗ്യജാതകം തെളിയുമെന്ന്? സത്യമായിരുന്നടാ അത്. അമ്മാവ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് എന്റെ ചേട്ടന് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചെന്ന്. ആണോ? പൊന്ന കളവാ, ഞാൻ തിന്നണ്ട കാശാ അത് കേട്ടോ. എടാ അവളെ കെട്ടിയോണ്ട് അവളുടെ കെട്ടിയവന് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചു. നിന്നെ എങ്ങാനും ഇവള് കെട്ടിയിരുന്നെങ്കിൽ അവള് 10 പറ്റി നിന്നെ അടിക്കാൻ അറിയാവോ? നിങ്ങൾ നോക്കിയോ, നിങ്ങളെ ഞാൻ വാർദ്ധക്യ പെൻഷൻ അടുത്ത മാസം മേടിപ്പിക്കത്തില്ല. അതിന്റെ പെൻഷൻ നിർത്താൻ പോവാണ്. അല്ല, അതിന്റെ പേര് മാറ്റി വിധവാ പെൻഷൻ ആക്കിയിട്ട് ഞാൻ അമ്മായിക്ക് മേടിച്ചു കൊടുക്കും. അമ്മായി ഇപ്പഴേ ഫോൺ മേടിക്കാൻ പോയേക്കുവാ. ഉമേഷേ, എന്താ ഉമേഷ് എന്നെ വിഷമിപ്പിക്കില്ലേ കേട്ടോ. മക്കളിത് കേൾക്കണം. എന്നെ അമ്മാവ, നിങ്ങൾ തമ്മിലുള്ള പ്രേമം പൊളിഞ്ഞപ്പോഴത്തേക്കിനും ഇവൻ ഒരു കുപ്പി വിഷം മേടിച്ചോണ്ട് വന്നിട്ട് ലിക്കറിനകത്ത് അരകുപ്പി ഒഴിച്ചിട്ട് ടച്ചിങ് എടുക്കാൻ പോയ സമയത്താണ് ഞാൻ അവിടെ കയറി വരുന്നത്. അത് ഞാൻ അറിയാതെടുത്ത് കുടിച്ചിട്ട് ആശുപത്രി ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ എന്നാന്നറിയോ? എന്നാ പറഞ്ഞു? വിഷത്തിന്റെ കണ്ടന്റ് കുറഞ്ഞോണ്ട് അമ്മാവൻ രക്ഷപ്പെട്ടു. അതിന്റെ പേരിൽ അമ്മായി എന്നോട് എന്തോ ബഹളമായിരുന്നു. ബഹളം വെച്ചതാണോ ഇപ്പൊ കുഴപ്പം? ഈ അമ്മാവൻ എന്തെങ്കിലും പറ്റിപ്പോയായിരുന്നെങ്കിൽ അമ്മായിക്കാറുണ്ട്. അയ്യോ അതിനല്ലേ ബഹളം വെച്ചത്. ആ അരക്കുപ്പി വിഷം ഒഴിച്ച സമയത്ത് നിനക്ക് ആ ഒരു കുപ്പി അങ്ങ് ഒഴിച്ചു വെച്ചിട്ട് ഈ കാലിനെ അങ്ങ് തീർക്കല്ലായിരുന്നോ എനിക്ക് ഇതിനുള്ള ഒരു പരിഹാരം കണ്ടതാണ് അവിടുന്ന്. നിങ്ങൾ പോകരുത്. ഞങ്ങളുടെ പ്രേമം നിങ്ങൾ എന്തിനാ മുടക്കി? അത് പറഞ്ഞിട്ട് പോയാ മതി. സത്യം പറഞ്ഞ എന്റെ പൊന്നുമക്കളെ, ഞാനൊരു മുട്ടാത്ത സത്യം പറയാം. നഗ്ന സത്യം പറയാവുന്നല്ലേ അമ്മാവ? ഇപ്പൊ മുട്ടി നിൽക്കും, അതുകൊണ്ടാ മുട്ടാത്ത സത്യം. ഞാൻ അകത്ത് എന്ന നഗ്ന സത്യം പറഞ്ഞോളാം. സത്യം പറഞ്ഞ എനിക്ക് ഒരേ ഒരു മോളാ ഉള്ളത്. അവളെ കൊണ്ട് ഇവനെ കെട്ടിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പോഴല്ലേ നിങ്ങളുടെ പ്രേമകഥ ഞാൻ അറിഞ്ഞത്. അങ്ങനെ കൊസ്രാക്കൊള്ളി വെച്ച് നിങ്ങളുടെ പ്രേമകഥ പൊട്ടിച്ചത്. എന്നാ പിന്നെ ഈ പ്രേമം മുടങ്ങിയപ്പോ നിനക്ക് ആ പെണ്ണിനെ കെട്ടിക്കൂടായിരുന്നോ? അവള് ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രസവം നിർത്തി. അയ്യോ നിനക്ക് തെറ്റി. ഡിഗ്രി കഴിഞ്ഞപ്പോ പഠിത്തം നിർത്തി. അങ്ങനല്ലെന്ന്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾ ആ സോമന്റെ കൂടെ അങ്ങ് പോയി. ഞാൻ പ്രീ ഡിഗ്രി ആയപ്പോ അവൾക്ക് 2 പിള്ളേരായി. ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ അവള് പ്രസവം നിർത്തിയെന്ന്. പിന്നിപ്പോ അമ്മ പറഞ്ഞ കാത്തിരിക്കുവാന്ന്. അവിടെ ഭർത്താവ് സോമനോട് പറയാതാ പ്രസവം നിർത്തി. അവൻ അവളെ കാത്തിരിക്കുവാ ഇടിക്കാൻ വേണ്ടി. എന്റെ പൊന്നടവേ, അവര് കാത്തിരിക്കുവോ നിർത്തുവോ എന്തേലും ചെയ്യട്ടെ. എന്നെ ഇവിടെ പിടിച്ചു നിർത്തരുത്. എനിക്ക് പിടിവിട്ട് പോകും. ഞാൻ പോവും അവിടുന്ന്. എന്റെ ദൈവമോ. അമ്മാവൻ ബാത്റൂമിൽ പോയ സ്ഥിതിക്ക് നീ ആ സ്പാൻഡറും ആ പ്ലെയറും എടുത്തോണ്ട് വന്നു. എന്റെ പൊന്നു മക്കളെ കൊടുക്കരുതേ. അവൻ ആ സ്നാട്ടും ബോൾട്ട് വിട്ട് എന്നെ മുറുക്കി വെക്കാനായിരിക്കും. എന്റെ അമ്മാവ ടയർ കൊണ്ട് പഞ്ചറൊട്ടിക്കണ്ടായോ? എടാ ഇവിടെ സ്പാനർ ഒന്നും ഇരിപ്പില്ലടാ. എടാ നീന്റെ അപ്പുറത്ത് ആ വളവിന്റെ അവിടെ നമ്മുടെ കൂടെ പഠിച്ച സുമയുടെ വീടാ. നീ അങ്ങോട്ടും ചെല്ലടാ. ഏത് പുഞ്ചിരി സുമയോ? അവിടെ പുഞ്ചിരിയൊക്കെ മാഞ്ഞടാ. നിനക്കറിയാവോ അവൾക്ക് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം കാരണം അവള് കല്യാണം പോലും കഴിച്ചില്ലടാ. കഷ്ടമായി പോയല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. ഏതായാലും നീ കല്യാണം കഴിച്ചില്ല, എന്നാ പിന്നെ അവക്കൊരു ജീവിതം കൊടുത്തുകൂടാ നിനക്ക്.
ഞാൻ സംസാരിക്കാവിടാ. ആശാ നീ സംസാരിക്കരുത്. ആശാ നീ സംസാരിക്കരുത്. അതെന്താ ഞാൻ സംസാരിച്ചാല്? എന്റെ ആവശ്യമില്ല, ഞാൻ സംസാരിച്ചോളാം. അമ്മാവോ, ഓ ഞാൻ എന്റെ കൂട്ടുകാരൻ സുമയുടെ വീട്ടുകാരെ പോയിട്ട് വരട്ടെ. എല്ലാത്തിനാടാ അമ്മാവ സ്റ്റോറി ഇട്ടോ. സ്റ്റോറി ഇട്ടിപ്പോ 2 ലൈക്കും കിട്ടിയിട്ടുണ്ട്. എന്നാ ഞാൻ ഇനിയെങ്കിലും എന്റെ ജീവിതത്തിലെ ഒരു സ്റ്റാറ്റസ് ഇടട്ടെ. എടാ ഉന്മേഷ്, നീ ഇപ്പഴാ ശരിക്കും ഉന്മേഷമാരായത്. ഞാനും എന്തായാലും നിങ്ങളുടെ ടീമിന്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് സങ്കടത്തിലാണ്. ആ ചില ആൾക്കാർ കുറച്ച് വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു, നാട്ടും പുറത്തെ പാട്ടെല്ലാം പാടും അടുത്ത സ്കിറ്റില്. അപ്പോ ഞാൻ അങ്ങനെ ആലോചിക്കാണ്, ഇത് പൈസ കൊടുക്കണോ കൊടുക്കണ്ടേയോ? അതായത് അമ്മാവനെ ഈ സിറ്റുവേഷനിൽ പാട്ടല്ല ശങ്കൂതാൻ കൊടുക്കണം. അപ്പൊ എങ്ങനെയാ മാമൻ പാടുന്നോ അതോ ഇടി കിട്ടി? എന്താ ഉണ്ട് പറഞ്ഞോ. പൈസ വേണമെങ്കിൽ പാട്ട് പാടണം എന്നാ പറയുന്നേ. രണ്ട് വരിയെങ്കിലും എന്താണെങ്കിലും ഏത് ഇഷ്ടമുള്ളത് പാടി. കച്ചേരി പോലത്തെ സെമി ക്ലാസിക്കൽ പാടാം. അത് ഇതിന് ചേരും. ഇപ്പൊ നിങ്ങളുടെ അല്ല ലുക്കിന് ചേരും അത്. എന്നവളെ അടി എന്നവളെ എന്റെ இதயத்தை தொலைந்து விட்டே என்னை இடம் வந்து தொலைந்த இடம் இந்த இருத்தையும் மறந்து விட்டே உந்தன் கால் ஒரு செய்வது கலந்ததென்ன உன்னை கால்வரி தேடி நின்றேன் என்னவளே அடி என்னவளே இந்த உதயத்தை தெளிந்து விட்டே. അല്ല എന്തായാലും എല്ലാം തെറ്റായിട്ടാ പാടിയത്. ഈ ഒരു സിറ്റുവേഷൻ വെച്ച് കുഴപ്പമില്ലേ, വാക്കുകൾക്ക് ഇങ്ങനെയല്ലേ വരുള്ളൂ. അത്രേ ഉള്ളൂ. അല്ലേ? എന്തെങ്കിലും വന്നൂല്ലോ, അത് മതി. സിറ്റുവേഷൻ ഇത്രയും വന്ന ഭാഗ്യം. എന്നവളെ നമുക്ക് എന്തായാലും നോക്കിയാലോ. പിന്നെ ബാറ്ററി എത്രത്തോളം ചാർജ് നോക്കി പാടി കേട്ടാ. ഇത്തയുടെ ഇത് തുലഞ്ചയിടും. അതെ കറക്റ്റ് അത് പറഞ്ഞു. അപ്പൊ എന്തായാലും ചേട്ടാ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി ഇനി നമുക്ക് നോക്കാം. പോകാം. കരനിറയെ പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചുരി ദുരിതം തനതാളത്തിൽ ഞാൻ 20,000 rupees 20,000 രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ശ്വേത ചേച്ചി, ഇറ്റ്സ് യുവർ ടൈം. അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ പെർഫോം ചെയ്ത 2 ടീമുകൾ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ എന്തായാലും ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വിലി വൈറ്റ് ദ ബ്രൈറ്റ് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അവിടെ വന്ന് പറയാം. പ്ലീസ്. നമ്മൾ ഇനി അറിയാൻ പോവുകയാണ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വിലി വൈറ്റ് ദ ബ്രൈറ്റ് ആരൊക്കെയാണെന്നുള്ളത്. യെസ് ശ്വേത ചേച്ചി. ഓക്കെ, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വിലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു നമ്മളുടെ മാഷും മക്കളും ആൻഡ് സംഗീത. ഇത് രണ്ടും ആ കുടുംബത്തിന് പോവാണോ? That's nice. അപ്പൊ മെയിൻ ആർക്കാണ് പോകുന്നത്? ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ പോകുന്നത് നമ്മളുടെ സംഗീത. സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ്. അയർലൻഡിൽ നിന്ന് വന്ന് നമ്മുടെ മക്കളുടെ അമ്മ ഇവിടെ വന്ന് പെർഫോം ചെയ്ത് ഇന്നത്തെ മെയിൻ ആയിരിക്കാണ്. കൺഗ്രാറ്റുലേഷൻസ് സംഗീത ചേച്ചി. സൂപ്പർ. വിലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു നമ്മുടെ മോളുകുട്ടി. കൺഗ്രാറ്റുലേഷൻസ്. ഒരിക്കൽ കിരീടം വെച്ചു, ഇപ്പൊ ബ്രൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. എന്തായാലും കുടുംബത്തിന് തന്നെയാണ് 2 ടൈറ്റിലും പോയിരിക്കുന്നത്. ഇതിപ്പോ ഇനി എന്നാ സന്തോഷം വേണം അല്ലേ? അപ്പൊ ഈ സന്തോഷത്തിന് നമുക്കൊരു കാര്യം ചെയ്യാം. സംഗീത ചേച്ചി എന്നാ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. 1 മാസത്തെ വെക്കേഷന് വന്നതായിരുന്നു, അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഭയങ്കര സന്തോഷം. പപ്പയുടെയും മക്കളുടെയും കൂടെ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയതിൽ അമൃത ചാനലിൽ ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു. ഇവിടെ നോക്കുകയാണെങ്കിൽ ശരിക്കും 2 ഫാമിലീസ് ഇവിടെ ഉണ്ട്. ഇവിടെയും ഫാമിലീസ് ഉണ്ട്, അവിടെയും ഫാമിലി ഉണ്ട്. സൂപ്പർ. അപ്പൊ എന്തായാലും ഇനി പെർഫോമൻസുകളൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ. അത് പറയുമ്പോഴാണ് നമുക്കിനി ഒരു കിടിലം പെർഫോമൻസ് കാണണ്ടേ? നമ്മുടെ ടീം നാട്യാഞ്ജലിയുടെ പെർഫോമൻസ് കണ്ടാലോ? ഇടിവെട്ടൊരു ഡാൻസ് പെർഫോമൻസ്. ഓക്കെ, കാണാം.
വൈയിൽ നിന്നും ടീം നാട്യാഞ്ജലിയുടെ പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ഇപ്പൊ കണ്ടത്. കിഡിലെ പെർഫോമൻസ്. എനിക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയോ, കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കിഡിലൻ സിനിമാറ്റിക് ഡാൻസ് കളിച്ചു, ഇപ്പത്തെ ഒരു നാടൻ പാട്ട് കളിച്ചു. രണ്ടും പെട്രോളും പോകും ഡീസലും പോകും എന്ന് പറഞ്ഞ പോലെ കിഡിലൻ പെർഫോമൻസ്. അവര് പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് വരെയല്ലേ, അവരുടെ എനർജി അവരുടെ ഉള്ളിലുള്ളതാണ്. ശരി, അപ്പൊ എന്തായാലും ശ്രീകുട്ടി വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം. നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടിലും പോയി എല്ലാവരും ഞങ്ങളുടെ അന്വേഷണം പറയണം. ഇനിയും വരണം, പെർഫോമൻസ് ഇതുപോലെ കിടിലാക്കണം. അതിന്റെ പേരിന് മുമ്പ് മുതലേ ഹലോ എന്ന് പറഞ്ഞോണ്ടി, അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞ നിന്റെ ഫ്ലക്സ് അവിടെ വെച്ച് അപ്പൊ പ്രേക്ഷകരെ എല്ലാ എപ്പിസോഡും പറയുന്ന ഒരു കാര്യമാണ്, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം കാണാം. ഓക്കേ, ബൈ ഗൈസ്.